നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ NH-66 അവഗണിച്ചോ എന്നൊരു സംശയം. പലതവണ പുതിയ NH-ലൂടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കും തിരിച്ച് യൂണിവേഴ്സിറ്റി ഭാഗത്ത് രാമനാട്ടുകര ഭാഗത്തു നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തോന്നിയൊരു കാര്യമാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ബോർഡ് എവിടെയില്ല. യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ എവിടെ എക്സിറ്റ് എടുക്കണം. ഇപ്പോൾ നമ്മളേതാണ്ട് പഠിക്കൽ ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ പഠിക്കലാണ് ഒരു എക്സിറ്റ് ഉള്ളത്. പഠിക്കൽ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒലിപ്രംകടവ് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സിറ്റാണ്. അപ്പോൾ അത്രയും ദൂരെ ഉള്ള ഒരു എക്സിറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ ആ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ മേലെ ചേളാരി എവിടെയും അങ്ങനെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊരു ബോർഡ് പുതിയ 6 വരി പാതയിൽ എവിടെയും കാണാൻ കഴിയില്ല. രണ്ട് ഭാഗത്തുനിന്ന് വരുന്നവർക്കും എവിടെ ഇറങ്ങണം എന്നുള്ള ഒരു സൂചന കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മേലെ ചേളാരി കഴിഞ്ഞിട്ടൊരു എൻട്രി ഉണ്ട്. അപ്പോൾ അതൊരു എൻട്രിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാണമ്പ്ര, കോഹിനൂരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും NH ഇങ്ങനെ രണ്ടായി മുറിച്ച് വേറൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഏതാണ്ട് ഒരു 90 ഏക്കറോ അങ്ങനെ എന്തോ ആണ് NH വേണ്ടി കൊടുത്തത്. അപ്പോൾ എന്നിട്ട് വേണ്ട രീതിയിലുള്ള എക്സിറ്റ് ഇല്ല എന്നുള്ള, ഇവിടെ നമുക്ക് ശരിക്കും ഒരു എക്സിറ്റ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ട്. ശരിക്കും ആ ഒരു ടീച്ചേഴ്സ് ഹോസ്റ്റലുള്ള ആ ഒരു ഭാഗത്ത്, ആ കോഹിനൂർ ഭാഗത്ത് ശരിക്കും ഒരു എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്കും അതേപോലെ ആ യൂണിവേഴ്സിറ്റി ഓവർപാസ് വഴി എയർപോർട്ടിലേക്കും ആളുകൾക്ക് പോകാൻ സൗകര്യമാകുമായിരുന്നു. അതിന് പറ്റിയ രീതിയിലാണ് ആ റോഡിൻ്റെ കിടപ്പ് അവിടെ ഉള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി ഏരിയ എത്തി, പഴയ യൂണിവേഴ്സിറ്റി മെയിൻ സ്റ്റോപ്പൊക്കെയാണ്. പക്ഷേ അവിടെ പോലും ആ ബോർഡിലൊന്നും നമുക്ക് എവിടെയും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അങ്ങനെയുള്ള ഒരു ബോർഡേ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പഴയ യൂണിവേഴ്സിറ്റിയുടെ പഴയ മെയിൻ ഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തിനോ വേണ്ടി ആർക്കും വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റോഡ് യൂണിവേഴ്സിറ്റിക്കകത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഒലിപ്പുറം ഓവർപാസിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ബോർഡിൽ തീരെ പരിചിതമല്ലാത്ത ആൾക്കാർക്ക് അറിയാത്ത ചില പേരുകൾ, പൈങ്ങാട്ടുമാട്, പിന്നെ കാക്കഞ്ചേരി, പള്ളിക്കൽ ബസാർ എന്നുള്ള ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോലും യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ബോർഡ് നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഒലിപ്പുറം ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സിറ്റാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ആ സർവീസ് റോഡിന് കുറച്ചുകൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്കത് പ്രയോജനപ്രദമായിരുന്നു. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. അവിടെയും ഒരു വീതി കൂട്ടിയൊന്നും കൊടുത്തില്ല. അതേപോലെ തന്നെ ഒരു വളരെ വലിയ ഒരു ട്രയാങ്കിൾ നമുക്ക് കോഹിനൂർ ഭാഗത്ത് ദേവതിയാൽ ഭാഗത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ വളരെ വലിയൊരു ട്രയാങ്കിളാണ്. എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി വെച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ആ ഒരു സർവീസ് റോഡിന് അവിടെ അത്യാവശ്യം രണ്ട് ഭാഗത്തേക്കും പോകാനുള്ള വീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ആളുകൾക്ക് പലപ്പോഴും സംശയമാണ്, ഇത് ഏത് സൈഡിൽ കൂടി എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ രണ്ട് സൈഡും പോകാനുള്ള പെർമിഷൻ ഉണ്ടോ, റൈറ്റിലാണോ ലെഫ്റ്റിലാണോ. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി മെയിൻ ഗേറ്റ്, പഴയ മെയിൻ ഗേറ്റ് ഉണ്ടായിരുന്ന ഭാഗമാണ്. അവിടെയും ഇതേപോലെ വലിയൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ്, ഉള്ളിൽ കുഴിയിലേക്കൊരു ബസ് സ്റ്റോപ്പും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ കുറച്ചുകൂടെ വീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ബസ്സുകൾക്ക് നിർത്താനോ ആളുകൾക്ക് കയറി ഇറങ്ങി പോകാനോ ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പോലും ആ തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ യൂണിവേഴ്സിറ്റിയിൽ